ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നീലനാണെങ്കിൽ ഡെക്കിനെ വിളിക്കുന്ന സമയത്ത് ഡെക്ക് കളിയാക്കി ചിരിക്കുകയാണ്. നീ അവസാനം വന്ന് തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ എത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ്. അപ്പോൾ നീലനാണെങ്കിൽ ആകെ വിഷമത്തോടെ പറയുന്നുണ്ട്, അതൊക്കെ വിടടാ അളിയാ, നിങ്ങളും ചേട്ടനും കൂടി രാത്രി തന്നെ ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വണ്ടി കയറി, എങ്കിലേ രാത്രി ആകുമ്പോഴേക്കെങ്കിലും ഇവിടെ എത്തുള്ളൂ. അപ്പോൾ ഡെക്ക് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്ത് ചേട്ടനെയും കൂട്ടണോ? അളിയ, 250 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതും പോരാഞ്ഞ് നമ്മൾ തന്നെ അവർക്ക് വിളമ്പി കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കേട്ടപ്പോൾ ഡെക്കിന് ദേഷ്യം വരികയാണ്. അപ്പോൾ ഡെക്ക് മുരളെന്ന് കേട്ടപ്പോൾ നീലൻ ചോദിക്കുന്നുണ്ട്, ഡാ അളിയ, നീ ഇപ്പോൾ പോലും എന്നെ പാചകക്കാരനായിട്ട് അംഗീകരിച്ചിട്ടല്ല വിളിച്ചത് അല്ലേ? ദൈവമേ, ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലായെന്നാണ് തോന്നുന്നത്. നീലൻ പിറുപിറുക്കുന്നുണ്ട്. നീ എല്ലാവരെയും വിളിക്കുന്നത് പോലെ ഒരു സാധാരണക്കാരനായിട്ടാണ് എന്നെ വിളിച്ചതല്ലേ? ഡെക്ക് തിരിച്ചു ചോദിക്കുകയാണ്. അയ്യോ അളിയ, അല്ലടാ, പിന്നെ അല്ലാതെ. ഡാ അളിയ, ഞാൻ ഇപ്പം തന്നെ ഓൾറെഡി വലിയൊരു പ്രശ്നത്തിലുള്ളത്, അതിനിടെ നീ എന്നെ വീണ്ടും പ്രശ്നത്തിലാക്കല്ലേടാ. ഡാ, നിന്റെ നീലനെ പ്രശ്നം വന്നാൽ നീ അല്ലാതെ മറ്റാരാടാ കാണാനുള്ളത്? ആ ശരി വിട്, താങ്ക് യു ഡാ എന്ന് പറഞ്ഞ് കോള് ചെയ്യാൻ പോയപ്പോഴേക്കും ഡെക്ക് പറയുന്നുണ്ട്, ഡാ വെക്കല്ലേ, ഒരു മിനിറ്റ്. എന്താ കാര്യം? എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പറയടാ. ഒന്നല്ല 3 കാര്യം. പറഞ്ഞോ. നല്ല AC ഉള്ളൊരു ബസ് നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് ബുക്ക് ചെയ്. അത് കേട്ടപ്പോൾ തന്നെ നീലേ മനസ്സിലായി മുതലാക്കാനുള്ള പരിപാടിയാണെന്ന്. അതിൽ എനിക്ക് AC കിടന്നിട്ട് കാലൊക്കെ കയറ്റി വെച്ച് പാട്ടൊക്കെ കേട്ടിട്ട് വേണം വരാൻ, മനസ്സിലായോ? പിന്നെ ചേട്ടനും എൻ്റെ കൂടെ ഉണ്ടല്ലോ, ചേട്ടന് വേണമെങ്കിൽ സാധാരണ ഇരിക്കുന്ന സീറ്റ് ബുക്ക് ചെയ്താൽ മതി. ശരിയടാ. പിന്നെ ഞാനിപ്പോൾ സ്റ്റേറ്റ് വിട്ട് സ്റ്റേറ്റിലേക്ക് വരുവാണല്ലോ. സ്റ്റേറ്റ് വിട്ട് സ്റ്റേറ്റിലേക്കോ? നീലൻ തിരിച്ചു ചോദിക്കുകയാണ്. അതുകൊണ്ട് ഒരു 500 രൂപയുടെ റീചാർജും ചെയ്തേക്ക്. പിന്നെ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഒരു 2000 രൂപ എൻ്റെ ഗൂഗിൾ പേയിലേക്ക് അയച്ചേക്ക്. അങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് എന്തെങ്കിലും മൈസൂർ പാക്കും കായ വറുത്തതൊക്കെ വാങ്ങിയിട്ട് ചില്ലായിട്ട് വരാലോ. എന്താടാ അളിയ ഇങ്ങനെ ആവശ്യമില്ലാതെ ഓരോന്നോരോന്ന് ചോദിക്കുന്നത്? നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ ഈ പ്ലാൻ ഒഴിവാക്കിയേക്ക്. ഡക്ക് നന്നായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു. നീ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഞാൻ ലൈനിൽ തന്നെയുണ്ട്, നീ ആലോചിച്ചിട്ട് മറുപടി പറ. ശരി, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് റീചാർജും ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ ഗൂഗിൾ പേയിൽ പൈസ ഇട്ട് കൊടുക്കുകയാണ്. ആ സമയത്തൊക്കെ നീലൻ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. എനിക്കിട്ട് പണി തരാൻ നോക്കുവാണല്ലേ? നിൽക്ക്, ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഒക്കെ കൂടെ തിരിച്ചു തരാം. ഡാ അളിയാ, വന്ന് ഇത് ഗൂഗിൾ പേയിൽ ഈ പൈസ വന്നത് കണ്ടപ്പോൾ തന്നെ നിനക്ക് വേണ്ടി ജോലി ചെയ്യാൻ എൻ്റെ മനസ്സിങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകം നമ്മൾ അത്രത്തോളം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഞാനിപ്പോൾ തന്നെ പുറപ്പെടാം, നീ ഫോൺ വെച്ചേക്ക്. ശരി എന്നും പറഞ്ഞിട്ട് നീലനും ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്യാണ്. ഡെക്കിനാണെങ്കിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിലാണുള്ളത്. സാധാരണ പായസം ചെയ്യുന്നത് പോലെ ഒരു കുപ്പിയിൽ മദ്യമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വേണം ബസ് കയറി പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്യാണ്. നീലനാണെങ്കിൽ അവരെ ദേഷ്യം തീർക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ട് ദേഷ്യത്തോടെ ഡെക്കിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീലനാണെങ്കിൽ മുറിയിൽ ഇരുന്നിട്ട് വീണ്ടും ആ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, എന്തിനാടാ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ആകെ കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ്. അവനിങ്ങനെ സ്വയം പിറുപിറുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇന്ദു പുറത്തു നിന്ന് കയറി വരുന്നത്. അവളുടെ കയ്യിലാണെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടായിരുന്നു. അത് കാണിച്ചുകൊണ്ട് അവൾ പറയുന്നുണ്ട്, ടെൻറ്റണേ ഇതെന്താ? നീലൻ തിരിച്ചു ചോദിക്കുകയാണ്. കണ്ടിട്ട് മനസ്സിലായില്ലേ ഇൻഡക്ഷൻ കുക്കർ? അതെനിക്ക് മനസ്സിലായി ഇന്ദു. ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ ഒഴിവാക്കിയിട്ട് പോയത്? അല്ല, ഇതെന്തിനാ? നാളെ ഫംഗ്ഷനിൽ നമ്മളറിയാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയിട്ട് ഒന്ന് പരീക്ഷിക്കണ്ടേ? പക്ഷേ നീലൻ അത് കേട്ടപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, എന്താ നീലേട്ടാ മുഖം എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഇന്ദു, 250 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ചെറിയൊരു ഇൻഡക്ഷൻ അടുപ്പിൽ എത്രത്തോളം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാനാണ് താൻ തീരുമാനിച്ചിട്ടുള്ളത്? താൻ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ ഇതും കൊണ്ട് വന്നത്? ഹലോ സർ, 5 അപ്പം 5000 പേർക്ക് യേശു ക്രിസ്തു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഭക്ഷണം പാചകം ചെയ്യുന്നത് 250 പേർക്കുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാത്ത ആ 3 ഐറ്റംസ് മാത്രമല്ലേ? ഇതിൽ നമ്മൾ 2 പേർക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം റെഡിയാവുകയാണെങ്കിൽ അത് തന്നെ അളവ് ശരിയാക്കിയിട്ട് 250 പേർക്ക് ഉണ്ടാക്കിയാൽ പോരെ? അത് കേട്ടപ്പോൾ നീലന് കാര്യം മനസ്സിലായി. ഓ താൻ അങ്ങനെയായിരുന്നു ചിന്തിച്ചത് അല്ലേ? അത് തന്നെ എന്നും പറഞ്ഞിട്ട് അവൾ അതാ മാറ്റി വെക്കാണ്. മൊത്തം എത്ര ഐറ്റംസ് ആണുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പേപ്പർ വാങ്ങിക്കുകയാണ്. 15 ഐറ്റം ഉണ്ട്. അത് മൊത്തം വായിച്ച് നോക്കിയിട്ട് ഇന്ദു പറയാണ്, ഇതിൽ 12 ഐറ്റംസും നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഐറ്റങ്ങളാണ്. ബാക്കിയുള്ള 3 ഐറ്റംസ് വേണം നമ്മൾ
നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. പക്ഷേ അതിലുള്ള ഈ മൂന്നാമത്തെ ഒരു ഐറ്റമായ പനീർ ബട്ടർ മസാല എൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ ഉണ്ടാക്കിയത് സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലും കൂടുതൽ പേടിക്കേണ്ട. ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് വിഷമായിട്ട് തോന്നുന്നത് ബീട്രൂട്ട് പൊരിയും ദൊക്ലാവ് എന്ന് പറഞ്ഞ ഐറ്റമാണ്. അപ്പോൾ നീലനും പറയുന്നുണ്ട്, ഇതിലേതെങ്കിലും ഒരു ഐറ്റം തെറ്റിയാൽ തന്നെ നമ്മുടെ മുഴുവൻ പാചകവും വേസ്റ്റ് ആവും. നമ്മളുണ്ടാക്കിയ പേര് പോലും നശിച്ചു പോകും ഇന്ദു. നീലൻ ആകെ നിരാശനായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ദു കൂളായിട്ട് പറയുന്നുണ്ട്, നോക്കൂ നീലേട്ടാ, ഇതിൽ ബീട്രൂട്ട് പൂരി അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പൂരിക്ക് മാവ് കുഴക്കുന്ന സമയത്ത് ബീട്രൂട്ട് പുഴുങ്ങാൻ വെച്ചിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ടാക്കിയാൽ മാത്രം മതി. അത് നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കിയെടുക്കാം. പക്ഷേ ഈ ദോക്ലാവാണ് നമുക്ക് ഏറ്റവും വലിയ ടാസ്ക്. അല്ല ഇന്ദു, ആ പണി കിട്ടുന്ന ആ ഒരൊറ്റ ഐറ്റം ഈ ദോക്ലാവാണെങ്കിലോ? അയ്യോ നീലേട്ടാ, എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത്? അതും അത്ര വലിയ ടാസ്കൊന്നും അല്ല. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റെസിപ്പിയൊക്കെ നീലൻ അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ നീലൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന സ്റ്റൈലിൽ കടുകിൽ കറിവേപ്പില ഉണ്ടാക്കിയിട്ട് നമുക്കത് താളിപ്പ് പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചാൽ മതി. കുഴപ്പമില്ല ഇന്ദു, ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ ഈസി ആയിരിക്കും, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് വരണ്ടേ, അതല്ലേ കഷ്ടം. ആദ്യം ഈ നെഗറ്റീവ് പറയുന്നത് ഒഴിവാക്ക്. അവർ വന്നിട്ട് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടയ്ക്കല്ലല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് രാത്രി മൊത്തം നമുക്ക് സമയമുണ്ട്. ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. കയ്യിലിപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ സ്റ്റൗവും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് വന്നിട്ട് 1-2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. താൻ ഭയങ്കര പോസിറ്റീവായ ഒരാളാണ് ഇന്ദു. നീലൻ അവളെ നോക്കി പറഞ്ഞപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് ചിന്തിച്ചാൽ എന്ത് കാര്യവും നമ്മളെ കൊണ്ട് സാധിക്കും. എനിക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, ഇത്ര മാത്രമേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. അങ്ങനെ വെക്കാത്തത് കൊണ്ടാണ് എനിക്കിന്ന് ഓട്ടോ ഓടിക്കാൻ പറ്റിയത്. നിങ്ങൾ ഓരോ ശ്വാസത്തിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആ വീട് ഉണ്ടാക്കാനും എന്നെക്കൊണ്ട് സാധിച്ചത് അങ്ങനെയാണ്. ഇന്ന് ധൈര്യസമേതം നീലേട്ടൻ ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ നാളെ ഇങ്ങനെ ഒരു ഫംഗ്ഷന് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടെ കോൺഫിഡൻസോട് കൂടി അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കും. നോക്കിക്കോ. ഇന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ട് ആശ്ചര്യത്തിലിരിക്കുകയാണ് നീലൻ. ഒപ്പം തന്നെ പ്രണയത്തിൻ്റെ നോട്ടമായിരുന്നു. അപ്പോൾ ഇന്ദു ചോദിക്കുന്നുണ്ട്, ഇനി എന്താ നീലേട്ടാ? സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ടാണ് രാത്രി സമയത്ത് തനിക്ക് എൻ്റെ കൂടെ വരാൻ തോന്നിയത്. ഇല്ലെങ്കിൽ ഞാൻ ഭയന്ന് പോയിട്ട് ഈ സമയം കൊണ്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നും പറഞ്ഞിട്ട് നാട്ടിലെത്തിയിട്ടുണ്ടാവുമായിരുന്നു. അങ്ങനെയൊന്നും ഞാൻ നിങ്ങളെ തനിച്ചാക്കില്ല നീലേട്ടാ. ഇന്ദു പറഞ്ഞത് കേട്ടപ്പോൾ അവനും അവളെ സ്നേഹത്തോടെ നോക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നീലൻ ചോദിക്കുന്നുണ്ട്, അല്ല റൂമിൽ വെച്ചിട്ട് നമുക്ക് പാചകം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക? റൂമിൽ വെച്ചിട്ട് പാചകം ചെയ്യാനാണെന്ന് അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് സ്റ്റൗ തന്നെ വാങ്ങിച്ചിട്ട് വന്നത്. അതെങ്ങനെ സമ്മതിച്ചു? നീലൻ ആശ്ചര്യത്തോട് ചോദിക്കുകയാണ്. ആ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് ഹിന്ദിയും ഇംഗ്ലീഷും മാറി മാറി സംസാരിച്ചത് കാരണം അയാൾ പേടിച്ചു പോയിന്നാണ് തോന്നുന്നത്. അത് കേട്ട് നീലൻ പൊട്ടിച്ചിരിക്കുകയാണ്. ഞാൻ പോയി ഇൻഡക്ഷൻ സ്റ്റൗ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ശരി എന്നും പറഞ്ഞിട്ട് അയാൾ തന്നെ പോയി തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നതാണ്. നീലേട്ടൻ പോയിട്ട് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് വാ. എന്തൊക്കെയാ ഐറ്റംസ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എഴുതിയിട്ട് പോയിട്ട് വാങ്ങിയിട്ട് വരാം. എവിടെ പോയിട്ട് ഇന്ദു? അയ്യോ, ഇതൊക്കെ മായാജാലത്തിൽ കൂടെ മാങ്ങ വീഴുന്ന പോലുള്ള കാര്യങ്ങളല്ല, കടയിൽ പോയിട്ട് വാങ്ങിയിട്ട് വരണം. ലിസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞിട്ട് നീലന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇന്ദു തന്നെ പറഞ്ഞ് എഴുതിപ്പിക്കുകയാണ്. രണ്ടുപേരും ശേഷം അത് വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് റോഡിലേക്ക് ഇറങ്ങിയിട്ട് നടക്കുവാണ്. കുറച്ച് നടന്നപ്പോൾ നീലൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ദു, ഇത് നമ്മൾ ആദ്യമായിട്ട് വരുന്ന സ്ഥലമാണ്. ഇവിടെ എവിടെയാണ് കടയെന്ന് പോലും അറിയാതെ നമ്മളെവിടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ദു സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്. 2 ഭാഗത്തും പച്ചപ്പ്, അതിനിടയിൽ കുറച്ച് ബിൽഡിങ്ങുകൾ, ഒരു വാഹനം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. നമ്മുടെ ആ ടൗണിലുള്ള ബഹളത്തിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. അത് താൻ പറഞ്ഞത് ശരി തന്നെയാണ് ഇന്ദു. വാഹനങ്ങളുടെ ശബ്ദം ഇല്ലാത്തപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. നീലനും അത് സമ്മതിക്കുകയാണ്. അതെ അല്ലേ, ഇപ്പോൾ വീട്ടിലുള്ള പ്രശ്നവും ബാങ്കിലെ ലോണും ഒന്നും ചിന്തിക്കാതെ മനസ്സ് സമാധാനത്തിലാണ് ഉള്ളത്. ഇതുകൊണ്ടാണ് വലിയ വലിയ പണക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ള സ്ഥലത്ത് ടൂർ പോകുന്നതെന്നാണ് തോന്നുന്നത്. അതും പറഞ്ഞിട്ട് ഇന്ദു ചിരിക്കുവാണ്. രണ്ടുപേരും കുറേ ദൂരം നടന്നെങ്കിലും പച്ചക്കറി കടയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നീലനോട് ഇന്ദു പറയുന്നുണ്ട്, നമുക്ക് ഈ പച്ചക്കറി കടയൊക്കെ എവിടെയാണെന്ന് ആരോടെങ്കിലും ചോദിച്ചാലോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കട കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ പിന്നെയും കുറേ ദൂരം മുന്നോട്ട് പോയെങ്കിലും കാണുന്നില്ല. അപ്പോഴാണ് ഓപ്പോസിറ്റായിട്ട് ഒരാൾ വരുന്നത്, ഒരു വൃദ്ധം വരുന്നത് അവർ കാണുന്നത്. അപ്പോൾ ഇന്ദു നീലനോട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് നമ്മൾ പോകുന്ന വഴി അത്ര ശരിയല്ല എന്നാണ്, നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചാലോ? ശരി, എന്നാൽ പിന്നെ ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് നീലൻ തന്നെ ചോദിക്കുകയാണ്, സർ ഇവിടെ ഈ പച്ചക്കറി കടയൊക്കെ എവിടെയുള്ളത്? ഇത് എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയാണ്. ഇങ്ങോട്ടേക്ക് പോയിട്ട് പച്ചക്കറി കട ചോദിച്ചാൽ എന്താ പറയേണ്ടത്? അയാൾ തിരിച്ചു ചോദിക്കുകയാണ്. ടൗണ് ആ ഭാഗത്താണ്. ആ ഭാഗത്തെന്ന് വെച്ചാൽ
നിങ്ങൾ വന്ന വഴിക്ക് തന്നെ. അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കടയാണ്. അത് കേട്ടപ്പോൾ ഇന്ദു അവനെ നോക്കുകയാണ്. ആ റോഡാണ് ഇന്ദു, നമ്മൾ വന്നത് ശരിക്ക് തെറ്റായ വഴിയിലൂടെയാണെന്നാണ് തോന്നുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടും, ഞാൻ ഇങ്ങോട്ടേക്കാണ് വഴിയെന്ന് കരുതിയിട്ടാണ് വന്നത്. ആ, അത് നന്നായി. ഇപ്പോഴെങ്കിലും അദ്ദേഹത്തോട് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഈ നടത്തം നേരെ നടന്നിട്ട് നമ്മൾ ബാംഗ്ലൂർ എത്തുമായിരുന്നു. ശരി ഇന്ദു, എന്നെ വഴക്ക് പറയാതെ വാ. അപ്പോൾ ഇന്ദു അവനോട് വായ പൂട്ടിയിട്ട് വന്നോന്ന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി പച്ചക്കറി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് ബീട്രൂട്ട് നോക്കാൻ വരുന്ന സമയത്ത് നീലൻ ചോദിക്കുന്നില്ല, ബീട്രൂട്ട് എന്തിനാ ഇന്ദു? അയ്യോ, ബീട്രൂട്ട് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുള്ളങ്കി വെച്ചിട്ടാണോ ഉണ്ടാക്കുക? ആ അതെ അല്ലേ, സോറി ഇന്ദു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ബീട്രൂട്ടൊക്കെ വാങ്ങിക്കുകയാണ്. തിരിച്ചു വരുന്ന വഴിക്ക് കാറ്റടിച്ചപ്പോൾ നീലൻ്റെ മുണ്ട് ചെറുതായിട്ട് നീങ്ങുവാണ്. അവനാണെങ്കിൽ തണുപ്പ് കൊണ്ട് കുളിര് കോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അയ്യോ ഇപ്പോൾ ഉള്ള തണുപ്പിനിടയിൽ ഇതിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നല്ലോ, എന്താ? ഇന്ദു തിരിച്ചു ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, വല്ലാതെ തണുക്കുന്നു ഇന്ദു. ഹലോ, ഇവിടെ എത്തിയാൽ തണുക്കുന്നുള്ളത് അറിയില്ലായിരുന്നോ? വരുമ്പോൾ തന്നെ ഒരു 2-3 പാൻറ്റും ഷർട്ടൊക്കെ എടുത്തിട്ട് വന്നൂടായിരുന്നോ? എനിക്ക് പാൻറ്റൊന്നും ഇട്ടിട്ടുള്ള ശീലമില്ല ഇന്ദു. ശരി, അത് വിട്ടേക്ക്, പോകുമ്പോൾ നമുക്ക് പുതിയതായിട്ട് വാങ്ങിക്കാം. എന്ത്, പുതിയതായിട്ട് പാൻറ്റ് എടുക്കാമെന്നോ? നീലൻ ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, എന്ന് വെച്ച് ഇപ്പോൾ ഈ തണുപ്പിൽ തന്നെ ജീവിക്കാമെന്നാണോ പറയുന്നത്? അതൊക്കെ നമുക്ക് റെഡിയാക്കാം, പോകുമ്പോൾ നമുക്കൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ചേർന്നിട്ട് നടക്കുകയാണ്. അങ്ങനെ അവർ കാഴ്ചകളൊക്കെ കണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ നടന്നിട്ട് പോകുന്നുണ്ട്. ഒരു മരത്തിൻ്റെ ചോട്ടിലെത്തിയ സമയത്ത് നീലൻ ഇന്ദുവിനോട് ചോദിക്കുകയാണ്, നമുക്കിവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം. ഇവിടെയോ? ആ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇന്ദു ഇരുന്നപ്പോൾ അവൻ്റെ കയ്യിലുള്ള കവറുകളൊക്കെ അവിടെ താഴെ വെക്കുകയാണ്. എന്നിട്ട് നേരെ പോയിട്ട് അവൻ ആ മരത്തിനെ പിടിച്ച് കുലുക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും ചെറിയ ചെറിയ വയലറ്റ് നിറമുള്ള പൂവ് വീഴുന്നുണ്ട്. ഇന്ദു പക്ഷെ അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ അങ്ങനെ ചെയ്തപ്പോൾ അവൾ ശരിക്കും അതിശയിച്ച് പോയിട്ടുണ്ടായിരുന്നു. അവളുടെ തലയിൽ കൂടെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഇങ്ങനെ പൂവുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. ഇന്ദു ഇങ്ങനെ അതിശയത്തോടെ അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. നീലനാണെങ്കിൽ വീണ്ടും വീണ്ടും മരം പിടിച്ച് കുലുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ? നീലൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇന്ദുവിനോട് ചോദിക്കുകയാണ്. അവളും ചിരിച്ചുകൊണ്ട് എണീക്കുന്നുണ്ട്. പക്ഷെ അവനവിടെ വെച്ച ബാഗ് എടുക്കാതെ രണ്ടുപേരും ചേർന്ന് നടന്നു പോവുകയാണ്. സംസാരിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് നീലൻ പറയാണ്, അയ്യോ എന്തോ മറന്നതുപോലെ ഇല്ലേ, അയ്യോ എൻ്റെ ബാഗ് എടുക്കാൻ മറന്നുപോയി, കവർ എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് നീലൻ തിരിച്ചു പോവുകയാണ്. ഇന്ദു ആണെങ്കിൽ അവനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ മരത്തിന് മുകളിൽ ഒരു പയ്യനെ കൊണ്ട് ചെന്ന് നിർത്തിയതായിരുന്നു നീലൻ. അതായത് ആ പൂവ് അവൻ പിടിച്ച് കുലിക്കാലൊന്നും ആ മരത്തിൽ നിന്നും പൂവ് വീഴില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും അവൻ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. നീലൻ അവന് പണം എടുത്ത് കൊടുക്കുകയാണ്. അതായത് ആ പൂവ് കുലുക്കിയിട്ട് ഇന്ദുവിൻ്റെ തലയിലിട്ടതിൻ്റെ പ്രതിഫലമായിട്ട് പൈസ കൊടുക്കുകയാണ്. അവനാണെങ്കിൽ ആ പണവും വാങ്ങിയിട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നീല കാണുന്നത് ഇന്ദു തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. താൻ ആ പയ്യനെ പണം കൊടുത്തത് അവൾ കണ്ടെന്ന് അവന് മനസ്സിലായി. ഇന്ദു അവിടെ ഇരുന്ന സമയത്ത് ആ പയ്യനാണ് ആ മരത്തിൻ്റെ മുകളിൽ നിന്നും മരം പിടിച്ച് കുലുക്കിയിട്ട് ഇന്ദുവിൻ്റെ ദേഹം നിറയെ ആ പൂ വീണത്. അപ്പോൾ ഇന്ദു നിൽക്കുന്ന നിൽപ്പ് കണ്ടപ്പോൾ നീലന് പേടിയായിട്ടുണ്ടായിരുന്നു. ദൈവമേ, ഒക്കെ കണ്ടു എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് അവൻ പോയിട്ട് ബാഗ് എടുക്കുകയാണ്. അവൻ്റെ നിഷ്കളങ്കതയും പൊട്ടത്തരവും ബുദ്ധിയും കാണുമ്പോൾ ഇന്ദുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. ഇന്ദുവിനെ കാണാതെ പെട്ടെന്ന് നീലൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അയ്യോ എന്നും പറഞ്ഞിട്ട് ഇന്ദു അവന് പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വീണ്ടും ടൗണിലെത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് ഒരു റെഡിമെയ്ഡ് ഷോപ്പ് കണ്ടപ്പോൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് കയറി പോവാണ്. അങ്ങനെ നീലനെ ഒരുപാട് ഷർട്ടുകളൊക്കെ ഇന്ദു സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഷർട്ടും പാൻറ്റും സെലക്ട് ചെയ്തതിന് ശേഷം നീലനെ അതൊന്ന് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ്. ആ സമയത്ത് നീലനെ അറിയാതെ അവന് വേണ്ടി സർപ്രൈസ് ആയിട്ട് അവളൊരു ഷർട്ട് കൂടെ അയാളെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീലൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നത്. പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് വന്നിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നീലൻ വന്നിട്ട് അവൾക്ക് മുന്നിൽ നിന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഇന്ദു ശരിക്കും ഞെട്ടിപ്പോയിട്ട് അതിശയിച്ച് പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ലുക്കിലാണ് നീലൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാണുമ്പോൾ ഒരു സിനിമ നടനെ പോലെയുണ്ട്. സത്യമാണോ? നീലനെ തന്നെ വിശ്വസിക്കാനായില്ല. അല്ല, ഇതേതാ കൂളിംഗ് ഗ്ലാസ്? അത് പിന്നെ ഈ ഡ്രസ്സിന് ഈ കൂളിംഗ് ഗ്ലാസ് ഇട്ടാൽ ഭംഗിയുണ്ടാവുമെന്ന് തോന്നി. ഭംഗിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവനത് അയച്ചപ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട്, അല്ലല്ല നല്ല സൂപ്പറായിട്ടുണ്ട്, ധൈര്യമായിട്ട് ഇട്ടോ. അത് കേട്ടപ്പോൾ നീലൻ ഒന്നുകൂടി അത് വെക്കുകയാണ്. ഓക്കെ ആണോ? ഡബിൾ ഓക്കെ. ഈ പാൻറ്റും ഷർട്ടും ഇട്ടതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് എടുത്തു തരാമോ? തീർച്ചയായിട്ടും, ഇങ്ങനത്തെ ആ ഫോൺ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് ഇന്ദു നീലൻ്റെ ഫോൺ വാങ്ങിയിട്ട് അവനൊരു ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ്. ഇന്ദു താനും വാ, ഒരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇന്ദുവിനെയും ചേർത്ത് നിർത്തിയിട്ട് അവനൊരു സെൽഫി എടുക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും ചേർന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല ജോളി ആയിട്ടാണ് അവർ രണ്ടുപേരും തിരിച്ച് റൂമിലേക്ക് എത്തുന്നത്. റൂമിലെത്തിയതിന് ശേഷം കൊണ്ടുവന്ന പച്ചക്കറികളൊക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം പാചകം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബീട്രൂട്ടൊക്കെ എടുത്തിട്ട് ഇന്ദു പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട്. കണ്ടില്ലേ, അറിയാവുന്ന ജോലി താൻ ഏറ്റെടുത്തിട്ട് എനിക്ക് അറിയാത്ത ജോലിയാണോ ഏൽപ്പിക്കുന്നത്? ഇന്ദു, എനിക്ക് ദോഗ്ലെ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയില്ല. അയ്യോ, ഇത് നീലേട്ടൻ കരുതുന്നത് പോലെ ഒരു വലിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ കൂളായിട്ട് നീലേട്ടന് ചെയ്യാൻ പറ്റും. ചെയ്തു നോക്ക്.
കടലമാവ് എടുത്തിട്ട് ആ ഒരു പാത്രത്തിലിട്. എന്നിട്ട് നീലനെ കൊണ്ട് അവൾ കടലമാവ് വെടിയിപ്പിക്കുകയാണ്. അതിനുശേഷം അതിനകത്തേക്ക് ശർക്കര ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. എന്ത്, കടലമാവിൽ ശർക്കര ഇടാനോ? ആരെങ്കിലും കടലമാവിൽ ശർക്കര ഇടുമോ എന്തോ? അയ്യോ, നിങ്ങൾ ഇട് നീലേട്ടാ. അപ്പോൾ നീലനാണെങ്കിൽ അതിനകത്ത് പഞ്ചസാര ഇടുവാണ്. പിന്നീട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടാൻ പറഞ്ഞപ്പോൾ അതും ഇടുന്നുണ്ട്. ഇന്ദു പറഞ്ഞത് പ്രകാരം വെള്ളം ഒഴിച്ച് അത് കുഴച്ചിട്ട് ഒരു ദോശയുടെ ഒക്കെ ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കുക നീലൻ. അപ്പോഴേക്കും ഇന്ദു ബീട്രൂട്ടിൻ്റെയൊക്കെ തൊലി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ദു പറഞ്ഞത് പ്രകാരമാണ് നീലൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോഴേക്കും ബീട്രൂട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കടലമാവ് കുറച്ചെടുത്തിട്ട് ഇന്ദു കുഴച്ചെടുക്കുകയാണ്. ആ സമയത്ത് അവളുടെ മുടി അങ്ങനെ പാറി പറന്നപ്പോൾ അവൾ ആ കൈ വെച്ചിട്ട് തന്നെയാണ് മുടി മാറ്റുന്നത്. അപ്പോൾ അവളുടെ നെറ്റിയിലൊക്കെ കുറച്ച് പൊടിയായിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നീലൻ വേഗം അത് മാറ്റി കൊടുക്കുവാണ്. രണ്ടുപേരും ചേർന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഇന്ദു വെച്ചിട്ടുണ്ടായിരുന്ന ആ കടലമാവ് കൊണ്ട് നീലൻ ഉണ്ടാക്കിയ ഡിഷ് തയ്യാറായിട്ടുണ്ടായിരുന്നു. അതൊരു ആവിയിൽ വേവിച്ച അപ്പം പോലെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നീലൻ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ ഇന്ദു കഴിക്കുക? അയ്യോ, ഇതാദ്യം നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് ഇന്ദു കത്തി വെച്ചിട്ട് അതൊന്ന് മുറിക്കുകയാണ്. അത് കാണാനൊരു കേക്ക് പരുവത്തിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇന്ദു അതിനെ ക്രോസ് ചെയ്ത് മുറിച്ചെടുക്കുകയാണ്. അതിനുശേഷം കടുക് താളിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ടപ്പോൾ നീലൻ ചോദിക്കുന്നുണ്ട്, അയ്യോ ഇന്ദു, ഇതെന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇന്ദു അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നീലന് കൊടുക്കുവാണ്. നീലൻ അവളുടെ കയ്യിൽ നിന്നൊരു കഷ്ണം വാങ്ങിച്ചിട്ട് വായിലിട്ട് നോക്കുമ്പോൾ അവനത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ടുണ്ട് ഇന്ദു, ഞാൻ പറഞ്ഞതല്ലേ, ഇനി നമ്മുടെ നാട്ടിൽ കല്യാണത്തിനും ഈ ഒരു ഐറ്റം നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്താം. രണ്ടുപേരും കഴിച്ചു നോക്കുകയാണ്. ഇന്ദു കഴിച്ച സമയത്ത് അവളുടെ ചുണ്ടിന് മുകളിൽ കുറച്ച് അതിൻ്റെ പൊടി വീണിട്ടുണ്ടായിരുന്നു. അവളത് ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ദു തൻ്റെ ചുണ്ടിന് മുകളിൽ അതിൻ്റെ പൊടി കുറച്ച് എന്ന് പറഞ്ഞിട്ട് നീലൻ തന്നെ അത് തുടച്ചു മാറ്റുവാണ്. ആ സമയത്ത് അവർ രണ്ടുപേരും പ്രണയത്തോടെ കണ്ണുകൾ കണ്ട് നോക്കി നിൽക്കുന്ന സമയത്താണ് കോളിംഗ് ബെൽ അടിയുന്നത്. ദേഷ്യത്തോടെ നീലൻ എഴുന്നേറ്റ് പോയ സമയത്ത് അവിടുത്തെ റൂം ബോയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ക്യാമ്പ് ഫയർ നടക്കുന്നുണ്ട്, നിങ്ങളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ശരി, വരാം. നീലൻ ദേഷ്യത്തോടെ പിറുപിറുക്കാണ്. കാരണം ഇന്ദുവായിട്ടുള്ളൊരു പ്രണയ നിമിഷമാണ് അവൻ തകർത്ത് കളഞ്ഞത്. തിരിച്ചു വന്നിട്ട് ഇന്ദുവിനോട് കാര്യം പറയുകയാണ്. അപ്പോൾ നമ്മുടെ പാചകക്കാര്യം സ്റ്റക്കായി പോയില്ലേ, അതൊക്കെ നമുക്ക് റെഡിയാക്കാന്നേ. നമുക്കിപ്പോൾ താഴെ പോവാം. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ടൊന്ന് മുഖം കഴുകിയിട്ട് വരാം. ശരി എന്ന് പറഞ്ഞിട്ട് ഇന്ദു അവനോട് പറയാണ്, നീലേട്ടാ ഒരു നിമിഷം. എന്നിട്ട് അവൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ സർപ്രൈസ് ആയിട്ടുള്ള ഷർട്ട് എടുത്തിട്ട് നീലന് കൊടുക്കുകയാണ്. ഇതെന്താ ഇന്ദു, നീലേട്ടൻ ഷർട്ടും പാൻറ്റും ഇടുക എന്നുള്ളത് തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഈ ഷർട്ട് ഇടാമോ എന്ന് ചോദിച്ചിട്ടാണ് അവൾ കൊടുക്കുന്നത്. ഇതിട്ടിട്ട് താഴെ ക്യാമ്പ് ഫയറിന് വരണം. ഇത് നീലേട്ടന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. ചെറിയൊരു നാണത്തോടു കൂടി ഇന്ദു പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണ്. അവനും താങ്ക്സ് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് പോവുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.